ബുദ്ധിപരമാണോ തന്ത്രപരമാണോ? അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്തം വിട്ട് എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയിലാണോ അൻവർ എന്നുള്ളതൊക്കെയാണ്. എം എസ് അനീഷ് കുമാർ ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. അനീഷ, കഴിഞ്ഞ പല ദിവസങ്ങളിലായി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലതും പറയുക. ഏത് ചെകുത്താനെ നിർത്തിയാലും ജയിക്കും എന്ന് പറയുന്നിടത്ത് ഇന്ന് പറഞ്ഞിരിക്കുന്നു ഒറ്റയ്ക്കൊരു വടി നിർത്തിയാലും UDF നിർത്തിയാലും ജയിക്കും. അതാണ് താൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പോലും ഈ തരത്തിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുകയാണ്. പക്ഷേ KC വേണുഗോപാൽ ഇടപെടട്ടെ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് തരം സമവായമാണ് അൻവറിന് വേണ്ടതെന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക ആ വാക്കുകളിൽ നിന്നൊക്കെ? അപർണ, ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ചില വ്യക്തതകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനം, ഈ മാസം 2-ന് കോഴിക്കോട് നടന്ന UDF സംസ്ഥാനതല യോഗത്തിൽ ഈ PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ ഏതാണ്ട് ധാരണയായിരുന്നു. ഒരു സഹകരണ മുന്നണി എന്ന രീതിയിൽ, അതായത് ഒരു അസോസിയേറ്റ് അംഗമായി ഉൾപ്പെടുത്താനുള്ള ധാരണയായിരുന്നു. അതിനുശേഷം കൺവീനർ MM ഹസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവറുമായി കൂടിക്കാഴ്ച നടത്തുകയും 2 ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു. എന്നാൽ ആ 2 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തില്ല. VD സതീശൻ അൻവറുമായി ഒരു കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഫോൺ സംഭാഷണം പോലുമോ ഉണ്ടാവുകയോ ചെയ്തില്ല. ഇതിനുശേഷം അൻവർ തിരിച്ച് VD സതീശനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയുന്നു. പിന്നീട് എറണാകുളത്തുള്ള ഒരു പൊതു സുഹൃത്ത് വഴി ഫോണിൽ ബന്ധപ്പെടുന്നു. ഇതിനുശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ച് എറണാകുളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഈ 2 ദിവസത്തിനുള്ളിൽ വീണ്ടും ആ പ്രഖ്യാപനം ഉണ്ടാവാത്ത ഒരു സാഹചര്യം വരുന്നു. പിന്നീടാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത്. എന്തായാലും ഈ പിണറായി സഭത്തിനെ എതിർത്തുകൊണ്ട് CPM-ൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഇക്കാര്യത്തിൽ VD സതീശന്റെ ഒരു കലവറയില്ലാത്ത പിന്തുണ അൻവറിനുണ്ടായിരുന്നു. അന്ന് തന്നെ 2-3 കാര്യങ്ങളിൽ ധാരണയായി. പ്രധാനമായും ഈ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന കാര്യത്തിലും ഒപ്പം മുന്നണിയിൽ അൻവറിനെ എടുക്കാമെന്ന കാര്യത്തിലും ധാരണയായിരുന്നു എന്നാണ് അൻവർ പറയുന്നത്. ഇതിനുശേഷമാണ് UDF-മായി സഹകരിക്കാനുള്ള ഒരു തീരുമാനം പോലും എടുത്തത്. പക്ഷേ ഈ 2 കാര്യങ്ങളും തെറ്റിക്കുന്ന ഒരു നിലപാടാണ് VD സതീശനിൽ നിന്നും ഉണ്ടായത്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരം നിലപാട് സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായി അറിയാം. ഏതൊക്കെ നേതാക്കളാണ് ഇത്തരത്തിലെ ഈ തീരുമാനത്തിന്റെ പിന്നിലെന്നും തനിക്കറിയാം. അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വെളിപ്പെടുത്തേണ്ട സമയം വരുമ്പോൾ താൻ വെളിപ്പെടുത്തുമെന്നും പറയുന്നു. ഒരു വശത്ത് VD സതീശനെ തള്ളിപ്പറയുന്ന അൻവർ, മറുവശത്ത് K മുരളീധരൻ എന്ന നേതാവ് 10 വട്ടം തന്നെ ഫോണിൽ വിളിച്ചു സംസാരിച്ചുവെന്നും രമേശ് ചെന്നിത്തല വിദേശത്ത് നിന്ന് പോലും തന്നെ വിളിച്ചു സംസാരിച്ചുവെന്നും K സുധാകരൻ മിനിഞ്ഞാന്ന് തന്നെയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും പറയുന്നു. മറ്റ് ദൂതന്മാരായി പല നേതാക്കളും തന്റെ വീട്ടിലേക്ക് ഇന്നലെ DCC പ്രസിഡന്റ് പ്രവീണും K ജയന്തും ഒക്കെ അടക്കമുള്ള ആളുകൾ വന്ന കാര്യവും പറയുന്നു. അപ്പോഴും മറ്റ് നേതാക്കളെ പറ്റി വിശാലമായി പറയുമ്പോഴും സതീശനെ മാത്രം തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് അൻവർ സ്വീകരിക്കുന്നത്. ഒപ്പം ഈ സതീശനെ വലിയ പരിചയം, അതായത് രാഷ്ട്രീയമായി വലിയ പരിചയം തനിക്കില്ല എന്ന ഒരു പരിഹാസം അതിനുള്ളിൽ പറയുകയും ചെയ്യുന്നു. കാരണം താൻ ഈ DCC അംഗമായപ്പോൾ അല്ലെങ്കിൽ KSU നേതാവായപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായപ്പോഴൊക്കെ പ്രവർത്തിച്ച ആളുകളാണ് ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ. അന്നൊന്നും മുഖ്യധാരയിൽ സതീശനില്ലായിരുന്നല്ലോ എന്നൊരു പരിഹാസവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രശ്നങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് VD സതീശനാണ്. മറ്റു കോൺഗ്രസിലെ പ്രമുഖരായ പലരും തനിക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നും പറയുമ്പോൾ എന്താണ് ഉന്നം എന്നതിനെക്കുറിച്ച് അതാണ് അനീഷ. അതായത് കോൺഗ്രസിനകത്തേക്ക് കൂടി ഒരു ചൂണ്ട എറിഞ്ഞുകൊണ്ട് ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടെ ക്ഷണിച്ചു വരുത്താൻ K സുധാകരൻ തന്നെ സഹായിക്കുന്നു. K മുരളീധരനും ചെന്നിത്തലയും ഒക്കെ തന്നോട് സംസാരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി തനിക്ക് വേണ്ടി നിലപാടെടുക്കുന്നു എന്ന് UDF-നെയും എടുത്തു പറയുന്നു. VD സതീശന്റെ പേര് പറയാതെയുള്ള വിമർശനം, അത് ആർക്കെതിരെയാണ് ഉന്നം വെക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പറയാം. അതായത് ഈ വിമർശനം ഒരാളിൽ കേന്ദ്രീകരിക്കുക മാത്രമല്ല, കോൺഗ്രസിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയുണ്ടെങ്കിൽ അതുകൂടി ഉന്നം വെച്ചുകൊണ്ട് അൻവർ സംസാരിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ്. കാരണം അദ്ദേഹം വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് പറയുന്നുമുണ്ടായിരുന്നു, ഈ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K മാണിയും ഒക്കെ കരുത്തരായിരുന്ന കാലത്ത് ഒരു കാര്യം ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിലവിലെ UDF നേതൃത്വത്തിന് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു വൈഭവത്തിന് കുറവുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതായത് UDF-ലേക്ക് പ്രവേശിപ്പിക്കണമെന്ന തീരുമാനം മുന്നണി എടുത്തിട്ടും അക്കാര്യം ചർച്ച ചെയ്യാനായി നിയോഗിച്ച VD സതീശൻ ആ തീരുമാനം എടുക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് UDF-മായി താൻ സഹകരിക്കാമെന്ന ഒരു
വാഗ്ദാനം നൽകിയത്. അത്തരമൊരു ഉറപ്പ് നൽകിയിട്ടും അവസാന നിമിഷം സ്ഥാനാർത്ഥി നിർണയം താൻ നിശ്ചയിച്ചതിൽ നിന്നും വിരുദ്ധമായി വരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഒരു പിൻ പോയിന്റ് സതീശനെതിരെ തിരിയുന്നു. ഒപ്പം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് പിണറായിക്കെതിരെ ചെയ്തത്? ഏറ്റവും ഒടുവിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പിന്റെ പണം കേന്ദ്രത്തിന് നൽകിയ ഏക സംസ്ഥാനം കേരളമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് എതിർക്കാൻ പോലും, അതിന്റെ തെളിവുകൾ സഹിതം അതിനെ ഖണ്ഡിക്കാൻ പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിനായില്ല. കഴിഞ്ഞ ദിവസം താൻ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ 10 സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് പണം നൽകി ദേശീയപാത വികസിപ്പിച്ചു എന്ന് പറയുന്നത്. അതിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. ഇത്തരം സർക്കാരിനെതിരെ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. LDFിൽ നിന്നും തന്നെ പുറത്തു വന്ന താൻ വന്നിട്ടാണ് ഈ സർക്കാരിനെതിരായ ഏറ്റവും അധികം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത്. IPS തലത്തിലെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞത് താനാണ്. ഈ 9 വർഷം പ്രതിപക്ഷം എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യവും അൻവർ ഉന്നയിക്കുന്നു. അതായത് പ്രതിപക്ഷ നേതാവിലേക്ക് തന്നെ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ കുറച്ചുകൂടി പ്രാപ്യരാണ്, അവർക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, അവർ തന്നോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ ചില തർക്കങ്ങളിലേക്കും അല്ലെങ്കിൽ അധികാര വടംവലികളിലേക്കും അൻവർ കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിന് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടോ അതോ കോൺഗ്രസിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അൻവർ പറയുന്നതാണോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അപർണ, അതോടൊപ്പം തന്നെ ഞാൻ തിരികെ എത്താം അനീഷ്. ഏതായാലും PV അൻവറിന്റെ ആഞ്ഞടിക്കുകയായിരുന്നു കോൺഗ്രസിനെതിരെ, UDFിനെതിരെ. ആ പരാമർശം കേട്ടിട്ട് വരാം. ഒരു സഹകരണ മുന്നണിയാക്കാന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്ക് അറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണമെന്ന് മതി, പ്രശ്നമില്ല. ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ, അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരം വേണ്ട. അങ്ങനെയൊക്കെയാണല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പൊ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കുന്നു. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവര് EV അൻവർ ഈ മനുഷ്യനെ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നാണ് ഞാൻ. എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, അതാരാ? KC വേണുഗോപാൽ. എന്നൊക്കെ അറിയാം. അദ്ദേഹവുമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടു കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിന് 40 സീറ്റിൽ നിന്ന് 200 സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ്. ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക 24 മണിക്കൂർ. അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട്. KC വേണുഗോപാലിനോട് സംസാരിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറയുമ്പോഴും താൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നേക്കും, അതാണ് തന്നോട് മമത ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നടക്കം പറയുമ്പോൾ എന്തായിരുന്നു നിലമ്പൂരിൽ അൻവറിന്റെ ലക്ഷ്യമെന്നുള്ളതിൽ വ്യക്തമായ ചിത്രമാവുകയാണ്. തിരികെ എത്താം. MS സനീഷ് കുമാർ കൂടി തുടരും നമുക്കിപ്പം ഇടവേളയ്ക്ക് ശേഷം.